പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ തലയും കുനിച്ച് നിൽക്കേണ്ടി വന്നു പോലീസിനും പ്രോസിക്യൂഷനും. കോടതി കടിച്ചു കുടഞ്ഞെന്ന് വേണം ഒറ്റ വാക്കിൽ പറയാൻ. ഇമെയിൽ വഴി കാനഡയിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കിട്ടുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി പോലീസ് ചാടി പുറപ്പെടുന്നു. തൂക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആയതുകൊണ്ട് പോലീസിന് ആവേശം കൂടി. പാതിരാത്രി പാലക്കാട് KPM ഹോട്ടൽ വളഞ്ഞ് രാഹുലിനെ തൂക്കിക്കൊണ്ടുപോകുന്നു. എന്നിട്ട് എന്തായി? ദേ കിടക്കുന്നു നിലത്ത് വീണു എന്ന് പറഞ്ഞാൽ പോരാ, അങ്ങ് കൊമ്പത്തൂന്ന് നടുവും തല്ലി നിലത്തേക്ക് വീണു. കാനഡക്കാരി പിണറായി പോലീസിനെ ചതിച്ചു മുങ്ങിയെന്നാണ് ഇപ്പോൾ പരിഹാസം. കോടതി പ്രധാനമായും പ്രോസിക്യൂഷനോട് ചോദിച്ചത് പരാതിക്കാരിയുടെ മൊഴിയെടുത്തോ വൈദ്യപരിശോധന നടത്തിയോ എന്നാണ്. തലയും കുനിച്ച് പോലീസും പ്രോസിക്യൂഷനും ഇതോടെ നിന്നു. കാനഡയിലെ ഇന്ത്യൻ എംബസി വഴി വീഡിയോ കോളിലൂടെ പരാതിക്കാരിയുടെ മൊഴിയെടുക്കാനായിരുന്നു പോലീസിന്റെ പ്ലാൻ. എന്നാൽ പരാതിക്കാരി അതിന് തയ്യാറായില്ല. കേരളത്തിലേക്ക് അവർ വരുമെന്നും പറഞ്ഞ് പോലീസ് കാത്തുകെട്ടിക്കിടന്നു. അതും തേഞ്ഞു. അവർ കേരളത്തിലേക്ക് എത്തിയതേയില്ല. ആടുകിടന്നിടത്ത് പൂട പോലും ഇല്ലെന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ കാനഡക്കാരി, അതായത് മൂന്നാം പരാതിക്കാരിയുടെ പൊടി പോലും കാണാനില്ല. ഒരു പരാതി മുഖ്യമന്ത്രിക്ക് അയച്ചു എന്നല്ലാതെ പരാതിയുമായി മുൻപോട്ട് പോകാനോ അന്വേഷണത്തോട് സഹകരിക്കാനോ കാനഡയിലുള്ള ഈ പരാതിക്കാരി തയ്യാറായിട്ടില്ല. പരാതി കിട്ടിയെന്നും പറഞ്ഞ് രാഹുലിനെ തൂക്കിയെടുത്ത പോലീസ് ആകട്ടെ മുട്ടൻ വള്ളി പിടിച്ചു. എവിടെ മൂന്നാം പരാതിക്കാരി, എവിടെയെന്ന് കേരളം മുഴുവൻ ഇപ്പോൾ ചോദിക്കുന്നു. രാഷ്ട്രീയ വേട്ടയാടലിന് ഒരു പോലീസ് സംവിധാനത്തെ മുഴുവൻ നാണക്കേടിലേക്ക് വലിച്ചിഴച്ചു ആഭ്യന്തരമന്ത്രി. അതുകൊണ്ട് എന്തുണ്ടായി? രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇപ്പോൾ മൈലേജ് കൂടി. സോഷ്യൽ മീഡിയ എടുത്തു വെച്ച് നോക്കിയാൽ മതി, അയാളെ പിന്തുണച്ചുകൊണ്ടാണ് പോസ്റ്റുകളും കമന്റുകളും എല്ലാം വരുന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു പിന്തുണയായിട്ട് കാണണ്ട. ജനങ്ങളും രാഹുലിനെ പിന്തുണച്ചുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അതായത് കോടതി പോലും അയാൾക്ക് ജാമ്യം കൊടുക്കുന്നു. ജാമ്യം കൊടുക്കണമെങ്കിൽ കോടതി വെറുതെ അങ്ങ് ജാമ്യം കൊടുക്കില്ലല്ലോ. അയാളുടെ ഭാഗത്തും ശരി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കോടതി ജാമ്യം കൊടുക്കുന്നത് എന്നാണ് ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നത്. തെറ്റുകാരനാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അയാളെ തൂക്കി അകത്തിടുകയല്ലേ കോടതിയും ചെയ്യുന്നത്. പക്ഷെ ഇവിടെ കോടതികൾ അയാളുടെ ജാമ്യാപേക്ഷ അംഗീകരിച്ചു കൊടുക്കുന്നു. 3 പരാതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ളത്. എന്നാൽ ആ 3 പരാതികളിലും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെയും കോടതികൾ ചോദ്യം ചെയ്യുന്നു. ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലിന് വൻ മൈലേജ് കിട്ടി എന്നുള്ളത് 101% ഉറപ്പിച്ചു പറയാം. അയാൾ തെറ്റുകാരനാണെങ്കിലും എന്നാൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം കൊണ്ട് അയാളെ വെള്ള പൂശുന്നതിന് മാത്രമേ ഉപകരിച്ചിട്ടുള്ളൂ. അയാൾക്ക് വലിയ ജനപിന്തുണ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു ചുളിവിൽ പിണറായി ഭരണകൂടം. സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായിയോട് നന്ദി പറയണമെന്നാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആർമി തുറന്നടിക്കുന്നത്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുമ്പോൾ എല്ലാവരും ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ജനങ്ങൾക്ക് സംശയമായി നിൽക്കുന്ന പല ചോദ്യങ്ങളും അവർ ഉന്നയിക്കുകയാണ്. ഒന്നാം പരാതിക്കാരി അവരുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് തനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരയാക്കിയവരെ അറിയാമെന്നും പോക്സോ ഉൾപ്പെടെയുള്ള കേസുകൾ രാഹുലിനെതിരെ വരുമെന്നും 17 വയസ്സിനും അതിന് താഴെയുള്ള പെൺകുട്ടികളെയും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരയാക്കി എന്നൊക്കെയാണ്. അതായത് ഈ പരാതിക്കാർക്കൊക്കെ എങ്ങനെ പരസ്പരം അറിയാം എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഒന്നാം പരാതിക്കാരിക്ക് മറ്റുള്ള ഇരകളെ എങ്ങനെ അറിയാം? അപ്പോൾ ഭരണകൂടം ഇതിന് പിന്നിൽ വലിയ കളി നടത്തുന്നുണ്ട് എന്നാണ് ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കോടതിയിൽ പറഞ്ഞതും തന്നെ കുടുക്കാൻ വലിയൊരു ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ്. ഇവിടെ രാഹുലിന് അനുകൂലമായി നിൽക്കുന്ന ചില കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കണം. അതായത് ഈ കോടതികളിലെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സ്ത്രീകളുമായിട്ടൊക്കെ ലൈംഗിക ബന്ധം ഉണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. അയാൾ ഒന്നും നിഷേധിക്കുന്നില്ല. ഇവിടെയാണ് പോലീസ് തലയിൽ കൈവച്ച് നിൽക്കുന്നത് ഇതിനു മുൻപ് നമ്മൾ കണ്ടത്. അതായത് പൂങ്കുഴലി പോലും തലയിൽ കൈവയ്ക്കുകയായിരുന്നു. നീ എന്തെങ്കിലും ഒന്ന് നിഷേധിക്കടാ, നിഷേധിച്ചാലല്ലേ ഞങ്ങൾക്ക് പണിയുള്ളൂ എന്ന് പോലീസിന് പറയേണ്ട വന്ന ഒരു ഗതികേടിനെ കുറിച്ച് നമ്മൾ മുൻപ് ചർച്ച ചെയ്തതാണ്. അതായത് അയാൾ ഒന്നും നിഷേധിക്കുന്നില്ല. ഈ സ്ത്രീകളെ അറിയില്ല എന്ന് പറയുന്നില്ല. എനിക്ക് ഇവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, ഹോട്ടലിൽ ഞാൻ പോയിട്ടുണ്ട്, ഹോട്ടലിൽ എൻ്റെ പേര് വെച്ചിട്ടാണ് ഞാൻ അവിടെ സൈൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇയാൾ സമ്മതിച്ചു കൊടുക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. കോടതിയിലും
ഇതേ നിലപാട് തന്നെ ഇയാൾ സ്വീകരിക്കുന്നു. ഇയാളുടെ അഭിഭാഷകർ ഈ പരാതിക്കാരികളെ മോശക്കാരാക്കി ചിത്രീകരിക്കാൻ ഒരു ശ്രമം നടത്തുമ്പോഴും അതിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിർക്കുകയാണ്. അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്കൊന്നും പോകണ്ട, പറയാനുള്ളത് അതുപോലെ തന്നെ കോടതിയിൽ പറഞ്ഞാൽ മതി എന്ന് ഇയാൾ അഭിഭാഷകരോട് പറയുകയാണ്. അതായത് ആ പരാതിക്കാരികളെ മോശക്കാരിയാക്കാൻ പോലും ഇയാൾ തയ്യാറാകുന്നില്ല. കോടതിയിൽ അവരെ എനിക്കറിയാമെന്നും അവരുമായിട്ട് ഉഭയകക്ഷി സമ്മതത്തിൽ ലൈംഗിക ബന്ധം നടന്നിട്ടുണ്ട് എന്നും അയാൾ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമത്തിന് മുൻപിൽ അയാളുടെ ഭാഗം തെളിയിച്ചു കൊടുക്കുന്നത്. മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു, എനിക്ക് ഇവിടുത്തെ മാധ്യമങ്ങളെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ കോടതിയിൽ പറഞ്ഞുകൊള്ളാം, അത് ജനങ്ങളിലേക്ക് എത്തിക്കൊള്ളും എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ഒരു പോയിന്റ് നമ്മൾ അവിടെയാണ് കാണേണ്ടത്. മറ്റൊരു കാര്യവും കൂടി ഉണ്ടായിരുന്നു. തിരുവല്ലയിലെ കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിക്കുമ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും കോടതി വളപ്പിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ചിരിക്കുകയായിരുന്നു. ജാമ്യം തള്ളിയിട്ടും ഇവൻ എന്തിനാണ് ചിരിക്കുന്നത് എന്നുള്ളത് എല്ലാവരെയും ഒന്ന് കുഴപ്പിച്ചു. പക്ഷേ ശരിക്കും അയാൾക്ക് അറിയാമായിരുന്നു താൻ മറ്റ് കോടതികളിലേക്ക് പോകുമ്പോൾ തനിക്ക് അനുകൂലമായ വിധി ഉണ്ടാകും എന്നുള്ളൊരു കോൺഫിഡൻസ് അയാളിൽ ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് അന്നും അയാൾ ഈ തല കുനിക്കാതെ കോടതി വളപ്പിലേക്ക് പുറത്തേക്ക് ഇറങ്ങുന്നതും മാധ്യമങ്ങളെ നേർക്ക് നേർ നോക്കുകയും ആർക്കും മുൻപിലും തല കുനിക്കാതെ ചിരിച്ചുകൊണ്ട് നടന്ന് പോലീസ് ജീപ്പിലേക്ക് കയറുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ കോൺഗ്രസിന് ഇപ്പോൾ തല പിളരുന്ന ഒരു അടി കൂടി കിട്ടിയിട്ടുണ്ട്. രാഹുലിനെ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത്. കഴിഞ്ഞ ദിവസം KPCCയിൽ യോഗം ചേർന്നിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് എവിടെയും ഉയർന്നു വരാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും VD സതീശൻ ഉൾപ്പെട്ട ഗ്രൂപ്പ് നടത്തിയിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുമ്പോൾ അയാൾ പാലക്കാടേക്ക് പോകും എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അവിടെ സ്വതന്ത്രനായി നിൽക്കാനുള്ള ഒരു നീക്കം ഉറപ്പായും രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജനപിന്തുണ രാഹുലിന് അനുകൂലമായി നിൽക്കുകയാണ് എന്ന് കോൺഗ്രസിനും ബോധ്യപ്പെട്ട് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ രാഹുൽ അവിടെ സ്വതന്ത്രനായി നിന്ന് ജയിച്ചാൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും. അതായത് ചെറിയ അടിയൊന്നുമല്ല, വലിയ അടി കിട്ടും. യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും ഒക്കെ ഒരു ബഹുഭൂരിപക്ഷം പ്രവർത്തകരും രാഹുലിനെ അനുകൂലിച്ച് നിൽക്കുകയാണ്. ഇതെല്ലാം തങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കും. ഇതുവരെ കോൺഗ്രസും UDFും ആശ്വസിച്ചിരുന്നത്, പ്രത്യേകിച്ച് VD സതീശൻ ഗ്രൂപ്പ് ആശ്വസിച്ചിരുന്നത്, അവൻ ജയിലിലാണല്ലോ, അവൻ അസ്തമിച്ചു, ഇനി പുറത്തേക്ക് അവൻ വരില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസമായിരുന്നു. പക്ഷെ അതിനെ എല്ലാം തെറ്റിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്, അയാൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നത്. ഇത് തങ്ങൾക്കുള്ള അടിയാണ് എന്നുള്ളത് ഏകദേശം കോൺഗ്രസിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. രാഹുൽ അവിടെ നിന്ന് ജയിച്ചാൽ എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളതാണ് കോൺഗ്രസിനെ വലയ്ക്കുന്നത്. VD സതീശൻ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ, അതായത് ഞാൻ എൻ്റെ ബോധ്യത്തിൽ നിന്നെടുത്ത തീരുമാനമാണ്, ആൾക്കൂട്ടം പറയുന്നത് പോലെ പാർട്ടി കേൾക്കില്ല, രാഹുലിനെ തിരിച്ചെടുക്കില്ല, അറബിക്കടൽ പോലെ ജനം ഇളകി വന്നാൽ പോലും രാഹുലിനെതിരെ എടുത്ത നടപടിയിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നായിരുന്നു. ഇതേ നിലപാട് തന്നെയായിരുന്നു കോൺഗ്രസിന്റെ മറ്റു മുതിർന്ന നേതാക്കൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. രാഹുൽ സ്വതന്ത്രനായി പാലക്കാട് നിന്ന് ജയിച്ചാൽ എന്ത് ചെയ്യും? അതാണിപ്പോൾ കോൺഗ്രസിനെ വല്ലാതെ വലയ്ക്കുന്ന ഒരു പ്രതിസന്ധി.